My name is Stephen Samuel Thomas. ഞാൻ എടുത്തിരിക്കുന്ന തീസിസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എ കേസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് പ്ലാനാർ ജോമെട്രിക് ഷേപ്സ് ഇൻ്റർപ്രിറ്റിംഗ് ഇൻ സ്പിരിച്വൽ ക്വാളിറ്റി സ്പേസസ് മർത്തോമ അരമന ലൊക്കേറ്റഡ് ഇൻ പത്തനംതിട്ട. പ്രോജക്റ്റ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള മർത്തോമൻ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അരമന എന്ന് പറയുന്നത് ഇവിടുത്തെ ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് എ ബിഷപ്പിൻ്റെ ആണ് അരമന എന്ന് പറയുന്നത്. ഈ അരമനയിലായിരിക്കും മേജറായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഓഫ് ദി മർത്തോമൻ കമ്മ്യൂണിറ്റി, അതേപോലെ ചാപ്പൽ, അതേപോലെ കൗൺസിൽ പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റിയുടെ ഡിസിഷൻസും കാര്യങ്ങളും എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ, ചൂസ് ചെയ്തിരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരിയാണ്. ഒരു മർത്തോമൻ എൻട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അതേപോലെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്സും കാര്യങ്ങളും ഒരുപാട് അടുത്തുള്ള ഒരു സൈറ്റും കൂടാണ് കോഴഞ്ചേരി. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഫീസിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെയിൻ എയിം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഫംഗ്ഷൻ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഡെയിലി ഫംഗ്ഷൻ ഇതിലൂടെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് പ്രോജക്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ബിഷപ്പ് ആൻഡ് ദി പീപ്പിൾ ക്യാൻ ബി റെഡ്യൂസ്ഡ്. സോ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇതൊരു കമ്മ്യൂണൽ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യണം. അതേപോലെ ന്യൂ ഐഡന്റിറ്റി ആൻഡ് ഇമേജറി ആയിരിക്കണം. അതേപോലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ടു വെയർ അതർ ഇമോഷൻസ് ഇസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഏറ്റവും വലിയ ഹ്യൂജ് പ്രോഗ്രാമായ മാരാവൺ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് കോഴഞ്ചേരിയിലാണ്, വിച്ച് ഇസ് ദ സെക്കൻഡ് ഫാക്ടർ ടു ദി ഫീസിബിലിറ്റി ഓഫ് ദിസ് പ്രോജക്റ്റ്. അതേപോലെ നിലവിലുള്ള ബിഷപ്പ് അരമനാസ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത് തിരുവല്ലയാണ്, വിച്ച് ഇസ് ക്വയറ്റ് ഫാർ ഫ്രം കോഴഞ്ചേരി. അതേപോലെ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് പ്ലാനാർ ഫോംസ് ഇൻ്റർപ്രിറ്റിംഗ് സ്പിരിച്വൽ ക്വാളിറ്റി സ്പേസസ് ആണ്. അപ്പം മെയിനായിട്ട് ഇത് ഫോക്കസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി സ്പേസസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു മോഡേൺ ഇൻ്റലക്ച്വൽ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലാനാർ ഫോംസ് എങ്ങനെയൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അതേപോലെ അത് എങ്ങനെ പ്രോജക്ട്സിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു അനാലിസിസ് കൂടെ സ്റ്റഡി ഔട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. How spirituality works in spaces. The environment in which human operate has an important influence on their well-being and performance. അതേപോലെ ഒരു സ്ട്രക്ചർ നിൽക്കുന്ന എൻവയോൺമെൻറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ആൻഡ് അതേപോലെ സേക്രഡ് ഇസ് നെവർ ഇൻറ്റൻഷ്യലി ചൂസൺ ബട്ട് ഇൻ സം വേ ഇറ്റ് റിവീൽസ് ഇറ്റ് സെൽഫ്. അപ്പം സ്പിരിച്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വാലിറ്റി എങ്ങനെ നമുക്ക് എന്ത് എലമെൻറ്റ്സ് ചൂസ് ചെയ്തിട്ട് എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഞാൻ കണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് കളർ ഒരു ഫാക്ടർ ആവാം, അതേപോലെ ലൈറ്റ് ആൻഡ് ടെക്സ്ചേർഡ് സർഫസസ് ഒരു ഫാക്ടറാണ്. അതേപോലെ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വിസ്ഡം ഇൻ ആർക്കിടെക്ചർ. അതേപോലെ അതിൻ്റെ സ്കെയിൽ, അതേപോലെ അതിൻ്റെ സ്പേഷ്യൽ കണക്ഷൻസ്, അതേപോലെ അതിൻ്റെ അകത്ത് വരുന്നുള്ള സ്പേസസ്, പിന്നെ അതേപോലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ട്രാൻസിഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് സ്പിരിച്വൽ ക്വാളിറ്റിയിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന സർട്ടൻ എലമെൻറ്റ്സ്. സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോഴഞ്ചേരി പത്തനംതിട്ട ടൗണിലാണ്. ആൻഡ് വളരെ മർത്തോമൻ കമ്മ്യൂണിറ്റി എൻട്രിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയും കൂടാണ്. അതേപോലെ സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കോഴഞ്ചേരി ടൗണിൻ്റെ ഒരു ഔട്ട്സ്കേർട്ട് റീജിയനിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കോഴഞ്ചേരി ഇവരുടെ മർത്തോമൻ കമ്മ്യൂണിറ്റിയുടെ മേജർ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്സ്, കോളേജസ്, അതേപോലെ ഹയർ സെക്കൻഡറി സ്കൂൾസ് എല്ലാം ഒരു 1 കിലോമീറ്റർ ആക്സസിൽ തന്നെ കോഴഞ്ചേരി ടൗണിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈറ്റിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്കുള്ള ആക്സസ് വളരെ ഈസിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മർത്തോമൻ കമ്മ്യൂണിറ്റിയുടെ മാരാമൺ ഫംഗ്ഷൻ നടക്കുന്നതും 1 കിലോമീറ്റർ ആക്സസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഷപ്സിന് ആക്സസ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനും മോർ കൺവീനിയൻ്റ് ആണ്. പിന്നെ ഒരു മൈക്രോ ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ സൈറ്റിന് അഡ്ജസൻ്റ് ആയിട്ടൊരു 6 മീറ്റർ വൈഡ് റോഡ് വരുന്നുണ്ട്. മേലുക്കര റാന്നി സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്ന റോഡാണ്. അത്യാവശ്യം മോഡറേറ്റ്ലി ട്രാഫിക് ജനറേറ്റ് ചെയ്യും അറ്റ് സീസണൽ ടൈംസിൽ, എസ്പെഷ്യലി ഇൻ ശബരിമല സീസൺ ടൈംസ്. അതേപോലെ സൈറ്റിൻ്റെ മോസ്റ്റ് എഡ്ജ് എൻഡിൽ ഒരു വാലിയാണ് കാണുന്നത്. ആ വാലിയിൽ നിന്ന് ഏകദേശം 2.5 മീറ്റേഴ്സ് പൊങ്ങിയിട്ടാണ് സൈറ്റിൻ്റെ ലെവൽസ് വരുന്നത്. സൈറ്റ് അത്യാവശ്യം വെജിറ്റേറ്റഡ് ആണ്. ആൻഡ് അതേപോലെ തന്നെ സൈറ്റിൽ മോഡറേറ്റ് ടെറസസ് വരുന്നുണ്ട്. ഏകദേശം 50 സെൻറ്റിമീറ്റർ 65 സെൻറ്റിമീറ്ററിൻ്റെ ലെവൽസാണ് വരുന്നത്. അതേപോലെ മെയിനായിട്ട് നമ്മൾ സൈറ്റിൻ്റെ സൺപാത്ത്, ഷാഡോ പ്ലേ സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഗ്രാജുവലി ആ ഒരു സ്പേസിൽ നമുക്ക് എങ്ങനെ സ്പേസിൻ്റെ ഓറിയൻറ്റേഷനും അതേപോലെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ലൈറ്റ് പ്ലേ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഈ സൈറ്റിൻ്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതൊരു റെസിഡൻഷ്യൽ ഔട്ട്സ്കേർട്ടിൽ നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോളി സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതേപോലെ ഇതിൻ്റെ ഒരു മെയിൻ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇവിടെ ബസ് നെറ്റ്വർക്ക് റൂട്ട്സും കാര്യങ്ങളും മോഡറേറ്റ്ലി കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ ശബരിമല സീസൺ ടൈമിൽ മാത്രമേ ആ ഒരു റോഡ് ആക്റ്റീവ് ആവത്തുള്ളൂ.
അപ്പോൾ അതേപോലെ ഇതിനകത്തുള്ള ഒരു മേജർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിനകത്ത് സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മർത്തോമൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻ്റെ മേജർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസും കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ നിയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ മെയിനായിട്ട് വരുന്ന ഒരു ത്രെറ്റ് എന്ന് വരാനായിട്ട് ഇതിലുള്ളതെന്ന് പറയുന്നത് ഇല്ലാത്തുള്ള വരുന്ന യൂസർ ഗ്രൂപ്പ് ഒരു പക്ഷേ ഐസൊലേറ്റഡ് ആകും. കാരണം ചുറ്റുപാടുള്ള റെസിഡൻസസ് ഭയങ്കര കുറവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഒരു ഡെയിലി ഫംഗ്ഷൻ ചാപ്പിൽ ഇല്ലാത്ത ആഡ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ സ്ട്രാറ്റജി കൊണ്ടുവന്നിരുന്നത്. അതാകുമ്പം ബിഷപ്പും അതേപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറയ്ക്കാനും അതേപോലെ കുറച്ചുകൂടെ ആ ഒരു ഐസൊലേഷൻ ഫീൽ നമുക്കിതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഏരിയാസിലാണ് നമ്മൾ പ്രോജക്റ്റിൽ കൺസേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അല്ലാതെ മെയിനായിട്ട് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇപ്പം ഡെയിലി ഫംഗ്ഷൻ ചേർച്ച് കാണും, പിന്നെ റിക്രിയേഷണൽ സ്പേസസ് കാണും, അതേപോലെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഓഫീസസ് കാണും, പിന്നെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സൺഡേ സ്കൂൾ ക്ലാസ് റൂംസ് കാണും, പിന്നെ കമ്മ്യൂണിറ്റി സഭാചരിത്രം എന്നീ കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ ആർട്സ് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു മ്യൂസിയം ആർട്ട് ഗാലറി സ്പേസസ് കാണും. പിന്നെ അതേപോലെ ബിഷപ്സിൻ്റെ ബ്ലോഗ്സ്, പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ്, അതേപോലെ ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ലൈബ്രറി സ്പേസ് കാണും. പിന്നെ ഫെലോഷിപ്പ് പ്രോഗ്രാംസ് എന്നീ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പാരിഷ് ഹാൾസും പിന്നെ ബിഷപ്സിൻ്റെ ഒഫീഷ്യൽ റെസിഡൻഷ്യൽ ഏരിയാസും കാണും. മെൻഷൻ ചെയ്തിരുന്ന ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ഞാൻ കേസ് സ്റ്റഡീസ് ഓർഗനൈസ് ചെയ്ത് ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ പ്രോജക്ട്സും ചൂസ് ചെയ്തിരുന്ന ഓരോ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഫസ്റ്റ് പ്രോജക്റ്റ് ലോയോല ചാപ്പൽ മെയിനായിട്ട് ആ ലൈറ്റ് സ്റ്റഡി അനാലിസിസിനായിരുന്നു മെയിനായിട്ട് നോക്കിയിരുന്നത്. അതുപോലെ തന്നെ അതിനകത്തുള്ള സ്പേഷ്യൽ ഫോർമേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നേരത്തെ പറഞ്ഞിരുന്ന സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് എടുത്തിരുന്ന പ്ലാനാ ജോമെട്രി എങ്ങനെ അതിനകത്ത് കമ്പൈൻ ചെയ്തതും എങ്ങനെ ആ സ്പിരിച്വൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്തെന്നുള്ളതുമാണ് മെയിനായിട്ട് സ്റ്റഡി ചെയ്യാൻ നോക്കിയത്. പിന്നെ പ്രോജക്റ്റുമായിട്ട് മച്ച് ക്ലോസറായിട്ട് വന്നിരുന്ന സെയിൻറ്റ് പെർമില ചേർച്ചിൻ്റെ ഒരു സ്പേഷ്യൽ കണക്ഷൻസ് നോക്കിയായിരുന്നു. ഫംഗ്ഷൻ സ്പേസസ് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എങ്ങനെയൊക്കെ ആ ഒരു കോപ്റ്റിക് ആർക്കിടെക്ചർ എലമെൻറ്റ്സ് യൂസ് ചെയ്തതും അതേപോലെ അവിടെയും പ്ലാനാ ജോമെട്രിക്കൽ ഷേപ്സ് എങ്ങനെയൊക്കെ ഇൻറ്റർപ്രറ്റ് ചെയ്തെന്നുള്ളതും അതേപോലെ തന്നെ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ എങ്ങനെയൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അനാലിസിസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അതേപോലെ സെൻറ്റ് ജോർജ് ചർച്ച് എറണാകുളത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ചർച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അതിൻ്റെ ആർക്കിടെക്ചർ എലമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ആർക്കിടെക്ട് ഹസൻ ഫാത്തിയുടെ നൂബിയൻ ആർച്ചസൊക്കെ എങ്ങനെ യൂസ് ചെയ്തു, എങ്ങനെയൊക്കെ ആ എലമെൻറ്റ്സ് അതിനകത്ത് കണക്ട് ചെയ്തു എന്നുള്ളതിലാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ ബേസിക് അമ്യൂണിറ്റീസ് ആൻഡ് ഏരിയാസ് ആൻഡ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റ് തോമസ് അപ്പോസ്റ്റോലിക് സെമിനാരിയും അതേപോലെ എറണാകുളത്തുള്ള മേജർ ആർച്ച് ബിഷപ്പ് ഹൗസും സ്റ്റഡി ചെയ്തിരുന്നു. അതേപോലെ അല്ലാത്തുള്ള സ്പേഷ്യൽ കണക്ഷൻസ് സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി ഞാൻ റിച്ചാർഡ് മിയറിൻ്റെ 2 പ്രോജക്ട്സാണ് സ്റ്റഡി എടുത്തിരുന്നത്. അല്ലാത്ത ഒന്ന് ജൂബിലി ചർച്ചും ഹാർട്ട്ഫോർഡ് സെമിനാരിയാണ്. രണ്ടിലും എങ്ങനെ ആ ജോമെട്രിക്കൽ ഷേപ്സ് സോൾവ് ചെയ്തതും അതേപോലെ എങ്ങനെയൊക്കെ അത് കമ്പൈൻ ചെയ്തിട്ട് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതും അതേപോലെ എങ്ങനെ ആ സ്പിരിച്വൽ സ്പേസസിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്തതും യൂസിങ് സർട്ടൺ എലമെൻറ്റ്സ് ലൈക്ക് നേരത്തെ മെൻഷൻ ചെയ്ത കളർ, ലൈറ്റ് എന്നീ കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാത്തും സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത സർട്ടൺ ഏരിയ ഓഫ് കൺസേൺ, ഫങ്ഷൻസ് ആൻഡ് ഏരിയ ഓഫ് ബേസിക് അമ്യൂണിറ്റീസ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് ഒരു ഏരിയ റിക്വയർമെൻറ്റ്സ് ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ടോട്ടൽ ബിൽറ്റ് ഏരിയ 10,710 m², അതിൽ നിന്ന് ടോട്ടൽ നമ്മുടെ വരുന്ന ടോട്ടൽ സൈറ്റ് ഏരിയ എന്ന് പറയുന്നത് 22,662 m² ആണ്, നിയർ ടു 5.4 acres. അപ്പോൾ അതിൽ നിന്ന് ഏരിയ എത്ര വരുന്നുള്ളതെന്ന് മനസ്സിലാക്കി ബേസ്ഡ് ഓൺ യൂസർ ഗ്രൂപ്പ്സിൻ്റെ എണ്ണവും കാര്യങ്ങളും വെച്ചിട്ട് അതിൽ നിന്ന് യൂസർ ഗ്രൂപ്പ് സ്പേസ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യും. അത് വെച്ചിട്ട് സ്പേസ് റിലേഷൻഷിപ്പ് ഓഫ് ഫങ്ഷണൽ സ്പേസസിൻ്റെയും കൂടെ മനസ്സിലാക്കി അതിനകത്ത് ഡയറക്റ്റ് റിലേഷനും മനസ്സിലാക്കിയതിന് ശേഷം സ്പേസ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇൻഫറൻസ് ചാർട്ട് ഔട്ട് ചെയ്യും. കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ എൻ്റെ മെയിൻ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ഇനിഷ്യൽ ഐഡിയോളജി അല്ലെ ഐഡിയ എന്ന് പറയുന്നത് എൻലൈറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് വന്നതെന്ന് വെച്ചാൽ ഇപ്പം ബിഷപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു എൻലൈറ്റ്മെൻറ്റ് പേഴ്സണാണ്, അല്ലെ ഒരു പേഴ്സൺ നിയർ ടു ഗോഡ്. സോ ആ ഒരു ഐഡിയോളജി കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ബിൽഡിംഗ് ടൈപ്പോളജിയിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കി. അല്ലാത്തപ്പോൾ എൻ്റെ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ചേർച്ചാണ്. അതിന് ചുറ്റുപാട് വരുന്ന ഫങ്ഷൻ സ്പേസസിനെയാണ് ഞാൻ എൻ്റെ സൊസൈറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻട്രോവേർട്ട് സ്റ്റൈലായിട്ടാണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത്. ബേസിക്കലി ബിഷപ്സ് എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ഒരു വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്
ഞാൻ ആ ഒരു സ്റ്റൈൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി എൻ്റെ ഒരു പ്ലാനിങ് ഓർഗനൈസിങ്ങിൽ ഞാൻ കൊണ്ടുവന്നിരുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒരു ഏരിയ ഓഫ് കൺസേണും ഫങ്ഷൻ റിലേഷൻഷിപ്പും വെച്ചിട്ടാണ് ഈ ഒരു ഇൻഫറൻസ് ചാർട്ട് ഉണ്ടാക്കിയിരുന്നത്. ആ ഒരു ഇൻഫറൻസ് ചാർട്ട് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്പേസ് ഓറിയൻറ്റേഷനും കാര്യങ്ങളും പ്ലേസ് ചെയ്തിരുന്നത്. അപ്പം ഇനിഷ്യലി ഞാൻ എൻ്റെ സൈറ്റിനെ ഒരു പ്ലാനാർ ജോമെട്രിക് ഷേപ്പ് വെച്ചിട്ട് ഗ്രിഡ്സ് വെച്ചിട്ട് അതിനെ ഒരു പ്രോപ്പർ ബാലൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആക്സിയൽ ഒരു എല്ലാത്തും ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റിംഗ് ആക്സസ് വാലിയിലേക്ക് ഡ്രൈവിൻ ചെയ്യുന്ന ആക്സസ് തന്നെ കീപ്പ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് സർക്കുലേഷൻ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കി. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത 3 സർക്കുലേഷൻസ് എന്ന് വെച്ചാൽ, ഒന്ന് ക്വാർട്ടേഴ്സിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് സർക്കുലേഷൻ എൻട്രി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പബ്ലിക്കിന് എൻട്രി ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് സർക്കുലേഷൻ എൻട്രി ഞാൻ ഡയഗണലി എക്സിസ്റ്റിംഗ് എൻട്രി പോയിന്റിൽ നിന്ന് കൊടുത്തു. അതേപോലെ സർവീസസിനും ബാക്കി മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് എൻട്രി അല്ലാതെയും കൊടുത്തിരുന്നു. ആ സെപ്പറേറ്റ് എൻട്രി ചെയ്യുന്നത് സൈറ്റിൻ്റെ അഡ്ജസൻ്റായിട്ട് സൈഡിൽ കൂടെ വരുന്ന ഒരു 5 മീറ്റർ വൈഡ് റോഡിൽ കൂടാണ് ആ ഒരു എൻട്രി ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ റോഡ് എൻഡ് ചെയ്യുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഡെഡ് എൻഡാണ് ചെയ്യുന്നത്. അവിടുന്ന് നെക്സ്റ്റ് തോട്ട് വന്നതെന്ന് വെച്ചാൽ, ആ ഒരു പബ്ലിക് ആക്സസ് നേരെ ഡ്രൈവിൻ ചെയ്ത് വാലിയിലേക്ക് പോകുന്ന ആ ഒരു ആക്സസിൻ്റെ നടുക്കായിട്ട് തന്നെ എൻ്റെ എൻലൈറ്റ്മെൻറ്റ് സ്പേസ് വരണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ആ ഒരു എൻലൈറ്റ്മെൻറ്റ് സ്പേസ് എൻ്റെ എല്ലാ ഫങ്ഷൻ സ്പേസസിൻ്റെയും വരുന്നതിൻ്റെ സെൻട്രൽ പോയിന്റിൽ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓറിയൻറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം സൈറ്റിനെ ഞാൻ 3 ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അല്ലാതെ പബ്ലിക്, സെമി പ്രൈവറ്റ് ആൻഡ് പ്രൈവറ്റ് 3 ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു. പബ്ലിക് സ്പേസിൽ കൂടുതൽ ഓഡിറ്റോറിയം, മ്യൂസിയം, എക്സിബിഷൻ സ്പേസസ് വരും, പാർക്കിംഗ് സ്പേസസ് വരും. അതുപോലെ സെമി പ്രൈവറ്റ് സ്പേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഫെലോഷിപ്പ് മെമ്പേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന സ്പേസസും, അതേപോലെ ഓഫീസസ്, അതേപോലെ പാരിഷ് ഹാൾസ് എന്നീ കാര്യങ്ങൾ ഈ സെമി പ്രൈവറ്റ് ഏരിയയിൽ വരും. അതേപോലെ പ്രൈവറ്റ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബിഷപ്പ് ക്വാർട്ടേഴ്സിൻ്റെ ഒരു റെസിഡൻഷ്യൽ ബ്ലോക്കും, അതേപോലെ അവരുടെ ഓഫീസസും, പിന്നെ അതിനോട് ചേർന്ന് തന്നെ സർവീസ് മെയിൻ്റനൻസ് ബ്ലോക്കും റെഫക്ടറിയും കൂടെ വരുന്ന രീതിയിലാണ് 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തത്. അല്ലാതെ ബിഷപ്പ് ക്വാർട്ടേഴ്സിന് കൂടുതൽ പ്രയോറിറ്റി വ്യൂവിലേക്ക് കൊടുത്തു, വാലിയിലേക്ക്. ബേസിക്കലി അവർക്കായിരുന്നു കൂടുതൽ നീഡ്. ബാക്കിയുള്ള സ്പേസസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് സ്പേസസ് ആയതുകൊണ്ട് വ്യൂവിൻ്റെ നീഡ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ക്വാർട്ടേഴ്സിനാണ് അഡ്ജസൻ്റായിട്ട് ആ വാലിനോട് ചേർന്ന് കൊടുത്തിരുന്നത്. പിന്നെ നേരെ നോക്കുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ ചേർച്ചിൻ്റെ സ്കെയില് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തായിരുന്നു. ഒരു യുണീക്ക് ഫോമോടെ ക്രിയേറ്റ് ചെയ്യുന്ന രീതി, ബാക്കി ഫങ്ഷണൽ സ്പേസസിനെക്കാട്ടി ഒരു യുണീക്ക് ഫോമിനെ കൂടെ വർക്കൗട്ട് ചെയ്യാൻ നോക്കി, ടു ക്രിയേറ്റ് എൻലൈറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടർ വെച്ചിട്ട്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ കേസ് സ്റ്റഡി ഇൻഫറൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ വന്നത്. ആൻഡ് അതിൽ നിന്നൊരു ഇൻക്ലൂസീവ് അപ്രോച്ചാണ് ഫ്രണ്ട് എലിവേഷനിൽ നമുക്ക് നോക്കുമ്പോൾ കിട്ടുക. ആ ഒരു ചേർച്ചിൻ്റെ ഒരു ഇൻക്ലൂസീവ് അപ്രോച്ചും, അതുപോലെ തന്നെ ബ്ലോക്ക് മോഡലിനകത്ത് തന്നെ ആ എൻട്രി ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒരു ഡിവിഷൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഈ ഒരു ഡിവിഷൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, പീപ്പിളിന്, യൂസർ ഗ്രൂപ്പ്സിന് വരുന്ന അല്ലെങ്കിൽ പബ്ലിക്കിനൊരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാണ്. അവർക്ക് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവിഷൻ പോയിന്റ്. ആ ഒരു ഡിവിഷൻ പോയിന്റ് ഞാനൊരു ഓപ്പൺ പ്ലാസയായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് സെക്കൻഡ് ഒരു തോട്ട് വന്നത്. അപ്പോൾ ഇതെന്ന് കാണുന്നത് മാസ്റ്റർ പ്ലാൻ്റെ ഇനിഷ്യൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ആയിരുന്നു. ഇപ്പോൾ ഇനിഷ്യലി ഞാൻ എൻ്റെ ഒരു മെയിൻ എൻട്രിയും നേരെ കയറുമ്പോൾ തന്നെ എൻട്രിയിൽ തന്നെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവിടുന്ന് 2 സൈഡിൽ, ലെഫ്റ്റ് സൈഡിലേക്ക് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, ഓഫീസും, മ്യൂസിയം, ലൈബ്രറി സ്പേസും വരുന്ന രീതിയിലും, റൈറ്റ് സൈഡിൽ പാരിഷ് ഹാളും ഓഡിറ്റോറിയം സ്പേസസും വരുന്ന രീതിയിലാണ് ഓറിയൻറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ട് ഒരു ത്രെഷോൾഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചേർച്ചിലേക്ക് വെൽക്കം ചെയ്ത് ആൾക്കാരെ ഡ്രൈവ് ഇൻ ചെയ്യുന്ന രീതിയിലാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിരുന്നത്. അത് ഈ ചേർച്ച് നിൽക്കുന്ന ഏരിയ എല്ലാ സ്പേസിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ആണ് അതിനെ സെൻട്രലി നേരത്തെ പ്ലേസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതിൽ എല്ലാ സ്പേസിലോട്ടും പോകാനുള്ള ആക്സസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ക്വാർട്ടേഴ്സിനുള്ള ഒരു സെപ്പറേറ്റ് എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ മേലുക്കര റാന്നി റോഡിൽ നിന്ന് 6 മീറ്റർ വൈഡ് റോഡിൽ നിന്ന് അവിടെ നേരെ കയറുമ്പോഴത്തേക്ക് നമ്മുടെ 11 ബിഷപ്സിന് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷനുള്ള സ്പേസും അതേപോലെ പാർക്കിംഗ് സ്പേസസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് നേരെ റെഫക്ടറി, പിന്നെ അതേപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സർവീസ് എൻട്രി റോഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരെ എൻട്രി ചെയ്യുന്നത് റെഫക്ടറി സർവീസസിനും അതേപോലെ മെയിനായിട്ട് വരുന്ന സർവീസ് ബ്ലോക്കിലോട്ടുള്ള മെയിൻ്റനൻസും സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെപ്പറേറ്റ് എൻട്രി കൊടുത്തിരുന്നത്, പബ്ലിക് ആക്സസിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്ന ഫോം ഡെവലപ്മെൻറ്റ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് എൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു
അതിനെ ബേസ് ചെയ്ത് ഞാൻ ചൂസ് ചെയ്ത സ്പേസ് എന്ന് പറഞ്ഞാൽ ചേർച്ചിനെ ആയിരുന്നു മെയിനായിട്ട് ആ ഒരു സ്പേസിൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതിൽ പ്ലാനിങ് വൈസ് നോക്കുകയാണെങ്കിൽ ജോമെട്രിക്കൽ ഷേപ്സിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ അല്ലാതെ മെയിനായിട്ട് ഒരു സർക്കുലർ പ്ലാനിങ് വന്നിട്ട് അതിൽ നിന്നൊരു ട്രയാങ്കുലർ ഫോമിനെ കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. ആ ഒരു ഫോം വർക്കൗട്ട് ചെയ്യാൻ ഉള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ മെയിൻ എൻട്രി പോയിൻ്റ് വളരെ ചെറുതാക്കിക്കൊണ്ട് മെയിൻ അൾത്താർ എൻട്രി വരുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് സ്കെയിലിലോട്ട് പോകുന്ന രീതിയിലാണ് കാണുന്നത്. ആ ഒരു സ്കെയിൽ ഡിഫറൻസ് കൊണ്ടുവന്നത് ആ ഹോളിനെസ് എന്ന് പറയുന്ന നല്ലൊരു സ്പിരിച്വൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, നേരത്തെ മെൻഷൻ ചെയ്ത പോലെ. അതേപോലെ ആ സർക്കിൾ ഓപ്പൺ സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നേരെ അൾത്താറിലേക്ക് വ്യൂ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ഓറിയൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പ്ലാൻ്റെ ഒരു ഫോം വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എലവേഷൻ നോക്കുകയാണെങ്കിൽ ഹോളി ട്രിനിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫാദർ സൺ ഹോളി സ്പിരിറ്റ് എന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പ് ഫോം, ക്രൂസ് ഫോം വെച്ചിട്ട് തന്നെ ആണ് അതിൻ്റെ ഒരു ഫ്രണ്ട് എലവേഷൻ അല്ലെങ്കിൽ സെൻട്രൽ എലവേഷൻ കാണുന്ന അൾത്താറിൻ്റെ ഒരു സെൻട്രൽ എലവേഷൻ ഫോം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചേർച്ചിൻ്റെ ഒരു വോൾ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാനാർ ഫോംസിൻ്റെ ഒരു ഇൻ്റർപ്രിറ്റേഷനാണ് കാണുന്നത്. ഒരു ഫോൾഡിങ് ഹാൻഡിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഫോൾഡിങ് പ്ലെയിൻസ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു വോൾ ഫോം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് വരുന്ന ആ ഒരു ഹോളി സർക്കിൾ സ്പേസ് ആണ് ഗ്യാതറിങ് സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണൽ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അല്ലെ മെയിൻ ഏസൽ സ്പേസസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഹോളി സർക്കിൾ സ്പേസ്. നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ്സ് ഫോൾഡ് ചെയ്യുന്ന ഒരു ഷേപ്പിലാണ് ആ ഒരു പ്ലെയിൻസും ഓറിയൻറ്റ് ചെയ്ത് സ്പേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ പ്ലെയിൻസ് എന്ന് പറയുന്നത് മിനിമം 7 നമ്പർ ഓഫ് പ്ലെയിൻസ് ആണ് വരുന്നത്. ആ 7 നമ്പർ ഓഫ് പ്ലെയിൻസ് സൂചിപ്പിക്കുന്നത് ഗോഡിൻ്റെ സർക്കിൾ ഓഫ് ലൈഫ്, 7 days ഓഫ് സർക്കിൾ ഓഫ് ലൈഫ് ക്രിയേഷൻ ഓഫ് ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ആ 7 പ്ലെയിൻസ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അത് ബേസ്ഡ് ഓൺ മർത്തോമൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെയാണ് certain സ്പിരിച്വൽ ബിലീവ്സും ഇവാഞ്ചലിക്കൽ ബിലീവ്സും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നത്. അതുപോലെ തന്നെ അതിന് ചേർച്ചിൻ്റെ ഓറിയൻറ്റേഷൻ സ്പിരിച്വൽ ബിലീവ്സിനെ ബേസ് ചെയ്തിട്ട് സൺറൈസിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് വർക്കൗട്ട് ചെയ്തിരുന്നത്. ഏസൽ സ്പേസ് സൺറൈസിനെ ഫേസ് ചെയ്യുന്ന രീതിയിലും അൾത്താർ സ്പേസസ് അതിന് ഓപ്പോസിറ്റായിട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനിഷ്യൽ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റും ഇനിഷ്യൽ മാസ്റ്റർ പ്ലാൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി വർക്ക്ഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദി ഫൈനൽ മാസ്റ്റർ പ്ലാൻ. അപ്പം നേരത്തെയുള്ള ഇനിഷ്യൽ മാസ്റ്റർ പ്ലാനിൽ നിന്ന് വന്നൊരു മേജർ ഡിഫറൻസ് എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ കണ്ടുവന്ന പോലെ ഒരുപാട് ഗ്രീൻ സ്പേസസ് അല്ലെങ്കിൽ റിക്രിയേഷണൽ സ്പേസസിൻ്റെ ഒരു കുറവ്, ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാം സോൾവ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു ഫൈനൽ മാസ്റ്റർ പ്ലാനാണ് ഈ കാണുന്നത് ഫൈനൽ മാസ്റ്റർ പ്ലാൻ്റെ ഒരു ഐസോമെട്രിക് റെൻഡേർഡ് വ്യൂ ആണ്. ഫൈനൽ മാസ്റ്റർ പ്ലാൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ 265 cm ലെവൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. മെയിനായിട്ടുള്ള ഇന്നർ സ്പേസസ് കണക്ഷൻസും എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മെയിൻ എൻട്രി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ആ വെയിറ്റിംഗ് പോയിൻറ്റ് ഏരിയ വരിക. ആ വെയിറ്റിംഗ് പോയിൻറ്റ് ഏരിയയിൽ നിന്ന് നേരെ വെഹിക്കുലർ ആക്സസ് ബേസ്മെൻറ്റ് പാർക്കിലേക്ക് എൻട്രി ചെയ്യാണ് പബ്ലിക്കിൻ്റെ വരുമ്പോൾ. അതേപോലെ അവിടുന്ന് തന്നെയാണ് എക്സിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഓപ്പൺ പ്ലാസയിലോട്ട് എൻട്രി ചെയ്യുന്നത് ഒരു 1.65 മീറ്റർ ലെവൽ മേളിലോട്ടാണ് റേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കയറാൻ ആക്സസ് എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു റാമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺസ് ഈ ഓപ്പൺ പ്ലാസയിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നേരത്തെ പറഞ്ഞല്ലോ യൂസർ ഗ്രൂപ്പിന് ഒരു ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് അവരുടെ ഫംഗ്ഷൻ പ്രയോറിറ്റി അനുസരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ കയറുന്നത് നമ്മുടെ മ്യൂസിയം ലോബി സ്പേസിലോട്ട് ഒരു സെമി ഓപ്പൺ സ്പേസിലോട്ട് കയറുന്നുണ്ട്. അതേപോലെ തന്നെ ബേസ്മെൻറ്റിൽ പാർക്കിങ്ങിന് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് നേരെ വന്ന് ഓപ്പൺ പ്ലാസയിലോട്ട് വന്നാണ് എൻട്രി ചെയ്യുന്നത് ത്രൂ സ്റ്റെയർസ്. അതേപോലെ തന്നെ ഇവിടുന്ന് തന്നെ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ പാരിഷ് ഹാൾ പോർട്ടിക്കോയിലും അതിനോട് ചേർന്നിട്ട് തന്നെ കഫേസ്, ഒരു ചെറിയ കഫ്റ്റീരിയ സ്പേസും ഒരു പോർട്ടിക്കോ സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഓഡിറ്റോറിയം ബ്ലോക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടോയ്ലറ്റ് സ്പേസസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൺസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നേരെ മ്യൂസിയവും അതേപോലെ ഓഫീസിലേക്ക് ഒരു സെപ്പറേറ്റ് എൻട്രിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺസ് ഓഫീസ് എൻട്രി ചെയ്ത് ഓഫീസ് ത്രൂ ലൈബ്രറി സ്പേസിലേക്കുള്ള ആക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് ഓഫീസ് സ്പേസിലോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ആക്സസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് ലൈബ്രറി സ്പേസ് കൊടുത്തിരുന്നത്. ആ കൊടുത്തിരിക്കുന്ന ലൈബ്രറി സ്പേസിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സൺഡേ സ്കൂൾ ഓപ്പൺ ഫോർമൽ ക്ലാസ് റൂം സ്പേസസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മൾട്ടി ഫങ്ഷണൽ സ്പേസ് ആണ്. എന്ന് വെച്ചാൽ വീക്കെൻഡിൽ നമുക്ക് ഓപ്പൺ ക്ലാസ് റൂം ആണ് എങ്കിൽ അറ്റ് എ ടൈം അതൊരു റിലാക്സേഷൻ സ്പേസ് അല്ലെങ്കിൽ ഓപ്പൺ റിക്രിയേഷണൽ സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
അതേസമയം ഈ താഴെ കാണുന്ന പോർട്ടിക്കോയിൽ നിന്ന് നേരെയാണ് പാരിഷ് ഹാളിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതേപോലെ അവിടുന്ന് തന്നെ അതിൻ്റെ ഗ്രീൻ റൂംസും അതുപോലെ വെയിറ്റിംഗ് റൂമിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു എൻട്രി പോയിൻറ്റ് ഇവിടുന്ന് തന്നെ പബ്ലിക്കിന് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ആ ഒരു സെൻട്രൽ ഏരിയ കഴിഞ്ഞാൽ ഈ ഓഫീസിന് അഡ്ജസൻ്റായിട്ട് വരുന്ന സൈഡിൽ വരുന്ന ഒരു പോർട്ടിക്കോ സ്പേസ് വീണ്ടും വരുന്നുണ്ട്. ആ ഒരു പോർട്ടിക്കോ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർച്ചിലേക്ക് വരുമ്പോൾ ഉള്ള ഓഫർട്രി കാര്യങ്ങൾ, അതേപോലെ സ്പേസസും കാര്യങ്ങളുമാണ് വരുന്നത്. ആ ഒരു ഓഫർട്രി സ്പേസും കാര്യങ്ങളും കഴിഞ്ഞാൽ നേരെ വരുന്ന ഒരു റിക്രിയേഷണൽ സ്പേസിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ആ റിക്രിയേഷണൽ സ്പേസിൽ നിന്ന് നേരെ നമ്മുടെ മെയിൻ എൻട്രി ചേർച്ചിനുള്ള മെയിൻ എൻട്രിയും അതേപോലെ OAT സ്പേസസും കാര്യങ്ങളിലോട്ട് ആക്സസ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടേഴ്സിനുള്ള സെപ്പറേറ്റ് എൻട്രി നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ പാർക്കിങ് അവിടെ നേരെ കയറുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് മെയിനായിട്ട് മേജർ ആർച്ച് ബിഷപ്സിൻ്റെ ഓഫീസസും മീറ്റിംഗ് റൂംസും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ചാപ്പൽ സ്പേസുമാണ് ഇൻറ്റീരിയേഴ്സിൽ ഗ്രൗണ്ട് ലെവലിൽ കൊടുത്തിട്ടുള്ളത്. ആ മെയിൻ ലോബി സ്പേസ് ആണ് നേരെ ആദ്യം എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഓഫീസ് സ്പേസിൽ എൻ്റർ ചെയ്യുന്നത്. അതേപോലെ ആ ഓഫീസ് സ്പേസിൽ നിന്ന് നേരെ ചേർച്ചിലോട്ട് കയറാനുള്ള ഒരു ആക്സസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റെഫക്ടറി സ്പേസിലേക്ക് ലൈക്ക് ബിഷപ്സിന് മാത്രമായിട്ട് ചാപ്പൽ ത്രൂ റെഫക്ടറി സ്പേസിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു എൻട്രി പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് നമ്മുടെ സർവീസ് ബ്ലോക്കിനോട് സൈഡിലായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് റെഫക്ടറി ബ്ലോക്കിലേക്ക് സർവീസസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ആക്സസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാണ് ആ 5 മീറ്റർ സർവീസ് റോഡിൽ നിന്ന് നേരെ എൻട്രി ചെയ്തിട്ട് ആ ഒരു പാർക്കിംഗ് സ്പേസിലോട്ട് എത്തുന്നത്. അവിടുന്ന് ബാക്ക് സൈഡ് ത്രൂ സർവീസ് ബ്ലോക്കിലേക്കുള്ള സർവീസസും അതേപോലെ റെഫക്ടറി സ്പേസിലേക്കുള്ള സർവീസസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ലെവലിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി. മാസ്റ്റർ പ്ലാൻ അറ്റ് ഫസ്റ്റ് ഫ്ലോർ ലെവൽ അറ്റ് 615 സെൻറ്റിമീറ്റർ ലെവൽ കട്ട് ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്ന ആ ഫസ്റ്റ് ഫ്ലോർ ലെവലിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ മെൻഷൻ ചെയ്യാൻ വന്നത്. ഇപ്പോൾ ഓഡിറ്റോറിയം ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഫോം തന്നെയാണ് മേളിലോട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ടോയ്ലറ്റ് സ്പേസസ് ഇൻസ്റ്റെഡ് ഓഫ് ആ കഫ്റ്റീരിയ സ്പേസ് അവിടെ നിർത്തിക്കൊണ്ട് മേളിലോട്ട് ടോയ്ലറ്റ് സ്പേസസും പിന്നെ മീറ്റിംഗ് പാരിഷ് ഹാൾ അതേപോലെ റെപ്ലിക്ക മേളിലോട്ടും അതേപോലെ സ്റ്റോറേജ് റൂംസും അതിൻ്റെ ഗ്രീൻ റൂംസും വെയിറ്റിംഗ് റൂംസും അതിന് അഡ്ജസൻ്റ് ആയിട്ട് മേളിലോട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ മ്യൂസിയം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ ഒരു മേളത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ എല്ലാ മ്യൂസിയവും ലൈബ്രറി സ്പേസിൽ നിന്നും നമ്മൾ മേളിലോട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറാനായിട്ട് സെപ്പറേറ്റ് ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓഫീസിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ലെവലിലോട്ട് കയറാനായിട്ട് സെപ്പറേറ്റ് സ്റ്റെയർ വേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മ്യൂസിയത്തിനോട് അഡ്ജസൻ്റായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആർട്ട് ഗാലറി വരുന്നത്. ആർട്ട് ഗാലറിനോട് കണക്ട് ചെയ്തിട്ടാണ് ഓപ്പൺ ബാൽക്കണി സ്പേസ് വരിക. ആ ഓപ്പൺ ബാൽക്കണി സ്പേസ് ഒരു മൾട്ടി ഫംഗ്ഷൻ സ്പേസ് പോലെയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലൈക്ക് ഓപ്പൺ ആർട്ട് ഗാലറി ഫംഗ്ഷൻസൂടെ അതിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓഫീസ് സ്പേസിൻ്റെ മേലെ വരുന്നത് മേജർ ആർച്ച് ബിഷപ്സിൻ്റെ ഓഫീസസും അതേപോലെ ജൂനിയർ ആർട്സിൻ്റെ ഓഫീസസും അതേപോലെ ബിഷപ്പ് കോർട്ടുമാണ് വരുന്നത്. അത് ബിഷപ്പ് കോർട്ടും ഒരു മൾട്ടി ഫംഗ്ഷൻ സ്പേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതൊരു കൺവേർട്ടബിൾ മീറ്റിംഗ് റൂമായിട്ട് അവർക്ക് അഡ്ജസൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ മേജർ ആർച്ച് ബിഷപ്സിൻ്റെ ഓഫീസ് ഇവിടെയും കൂടെ പ്രൊവൈഡ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതൊരു ഡെയിലി ഫംഗ്ഷൻ ചാപ്പൽ കമ്മിറ്റി മെമ്പേഴ്സും കൂടെ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ തമ്മിലുണ്ടാവുന്ന മീറ്റിംഗ് സെഷൻസ് ഇവിടെ ഓർഗനൈസ് ചെയ്ത് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസിൽ ഓഫീസ് സ്പേസ് കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതുപോലെ ലൈബ്രറിക്കും മ്യൂസിയത്തിനും എല്ലാത്തിനും ഇൻറ്റീരിയർ നാച്ചുറലായിട്ട് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് കട്ടൗട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ബിഷപ്പ് ക്വാർട്ടേഴ്സിൻ്റെ ഫസ്റ്റ് ലെവലിൽ വരുമ്പോഴത്തേക്ക് ബിഷപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈവറ്റ് ഏരിയ കമ്മ്യൂണൽ സ്പേസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ബിഷപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഗ്യാതറിംഗ് സ്പേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു ആങ്കർ പോയിൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്കാണ് ക്വാർട്ടേഴ്സ് അതിന് അഡ്ജസൻ്റ് ആയിട്ടാണ് ക്വാർട്ടേഴ്സിൻ്റെ സ്പേസസ് വരുന്നത് with rooms with multiple rooms and spaces accommodating 11 major arch bishop rooms and with junior arch bishops in the rooms ഓടെ ഇല്ലാത്ത തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് ബ്ലോക്കിൻ്റെ ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ടിപ്പിക്കൽ സർവീസ് ബ്ലോക്ക് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പ്ലാൻ ലേഔട്ട് വരുന്നത് അതിൻ്റെ മേലെ ലോണ്ടറി റൂംസും അതിൻ്റെ മേലെ ലൈക്ക് ഇലക്ട്രിക്കൽ ജനറേറ്റർ റൂംസും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ലോണ്ടറി റൂംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള റൂംസും പിന്നെ സ്റ്റോറേജ് റൂംസും വരുന്നുണ്ട്. സർക്കുലേഷൻ പാറ്റേൺ ആൻഡ് സർവീസ് പോയിന്റ്സ് ആണ് ഈ ഒരു ഐസോമെട്രിക് വ്യൂവിൽ നിന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് സർക്കുലേഷൻ പാറ്റേൺസ് നേരത്തെ പറഞ്ഞ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ആ സർവീസ് പോയിന്റ്സ് എവിടെയൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആഡ് ഓൺ ചെയ്ത് പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ
ഇതിനകത്ത് നമ്മൾ റെഫക്ടറി സർവീസ് പോയിന്റ് അഡ്ജസൻ്റ് ആയിട്ടൊരു വെജിറ്റബിൾ ഗാർഡൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു ഇൻവോൾവ് ബിഷപ്സ് ഇൻ ദി ഫാമിംഗ് ഓൾസോ. സോ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് ഇവർക്ക് റെഫക്ടറിയിൽ യൂസ് ചെയ്യാനും അതേപോലെ അതിൽ നിന്ന് എക്സ്ട്രാ കിട്ടുന്ന ഈൽഡ് കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇപ്പം ഓപ്പൺ കയറി വരുന്ന ആ ഓപ്പൺ പ്ലാസയുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്തതെന്നുള്ളതാണ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്തിരുന്നത് ബേസ്ഡ് ഓൺ ഇവാഞ്ചലിക്കൽ ബിലീഫ്സ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഓപ്പൺ പ്ലാസയുടെ ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്തത്. ബേസ്ഡ് ഓൺ ദി ഗോഡ്സ് ക്രിയേഷൻ ഓഫ് ലൈഫ്, 7 days ഓഫ് ക്രിയേഷൻ ഓഫ് ലൈഫ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യലി കാണുന്ന ഒരു 7 ദിവസത്തെ ക്രിയേഷൻ എന്ന് പറയുന്നത് Day 1 ക്രിയേഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്കാണ്. അതേപോലെ സെക്കൻഡ് ഡേയിൽ ക്രിയേഷൻ ഓഫ് സ്കൈ ആൻഡ് വാട്ടറും, അതേപോലെ തേർഡ് ഡേയിലാണ് ക്രിയേഷൻ ഓഫ് എൻവയോൺമെൻറ്റും, ഫോർത്ത് ഡേയിൽ ക്രിയേഷൻ ഓഫ് സൺ, മൂൺ ആൻഡ് സ്റ്റാർസ്, ആൻഡ് Day 5 ക്രിയേഷൻ ഓഫ് ഫിഷ് ആൻഡ് ബേർഡ്സ്, ആൻഡ് Day 6 ഓഫ് ക്രിയേഷൻ ഓഫ് ലൈഫ് ആൻഡ് ഫോംസ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഫോം വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഓപ്പൺ പ്ലാസ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് ഇനിഷ്യൽ നടുക്ക് വരുന്ന ഇനിഷ്യൽ ക്രൂസ് ഫോം എന്ന് പറയുന്നത് ആ Day of 1 ക്രിയേഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ ഒരു സെർട്ടൺ ക്രൂസ് ഫോം അവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെർട്ടൺ ക്രിയേഷൻ ഓഫ് ഹെവൻ ആൻഡ് എർത്തിനെ അബ്സ്ട്രാക്റ്റിൽ കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഫോം വരുന്നത്. സെക്കൻഡ് ഡേ ഓഫ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൈ ആൻഡ് വാട്ടറാണ്. അതിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ ഒരു വാട്ടർ ബോഡി പ്രൊവൈഡാണ് ചെയ്തത്. ഈ ഒരു വാട്ടർ ബോഡിയിൽ ആ ഒരു ക്രിയേഷൻ ഓഫ് വാട്ടറിനെയും അതേപോലെ ആ ക്രിയേഷൻ ഓഫ് സ്കൈനെയും ഇമേജ് ചെയ്ത് കാണിക്കുകയാണ് ആ ഒരു സെക്കൻഡ്. ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്തത് ആ ഒരു ആൾക്കാർക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ, ആ ഒരു പബ്ലിക്കിന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവരെ അക്നോളജ് ചെയ്യാണ് വാട്ട് ഈസ് ഗോഡ് ആൻഡ് വാട്ട് വാസ് ഗോഡ്സ് ക്രിയേഷൻ ഓഫ് ലൈഫ് ആൻഡ് വാട്ട് വാസ് ഹി. അപ്പോൾ ആ ഒരു അക്നോളജ്മെൻറ്റ് ഇൻഡയറക്റ്റ്ലി എനിക്ക് അവരെ കാണിക്കുക എന്നുള്ളതിലായിരുന്നു എൻ്റെ മെയിൻ ഗോൾ. അപ്പോൾ ആ ഗോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സേക്രഡ് എന്നുള്ളൊരു ഫീല് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ റിവീൽ ഇറ്റ് ത്രൂ എനി മീൻസ്. ആ ഒരു മീൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. അപ്പോൾ അതിനകത്ത് ഈ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഈസ് കൺസിഡേർഡ് ടു ബി ദ തേർഡ് ഡേ. അതിൻ്റെ തേർഡ് സർക്കിൾ അല്ലെ തേർഡ് ഹെമിസ്ഫിയർ സർക്കിളിനകത്ത് വരുന്ന ആ ഒരു ഏരിയ എന്ന് പറയുമ്പം പിന്നീട് വരുന്നത് ആ ലാൻഡ്സ്കേപ്പിംഗ് എലമെൻറ്റ്സ് ആണ്. അവിടെയാണ് Day 3 ക്രിയേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഓർഗാനിസംസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. Day 4 and 5 എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് സൺ, മൂൺ ആൻഡ് സ്റ്റാർസ്. ത്രൂ ദ മിയർ റിഫ്ലക്ഷൻ ഓഫ് വാട്ടർ തന്നെ നമുക്ക് ആ ഒരു ക്രിയേഷൻ ഓഫ് സൺ ആൻഡ് മൂൺ ആൻഡ് സ്റ്റാർസിൻ്റെ ഒരു റെപ്ലിക്ക അവിടെ കാണാൻ പറ്റും. ആൻഡ് ലിറ്ററലി Day 6 എന്ന് പറയുന്നത് ദ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് അല്ലെ ലൈഫ് ഫോംസ് ആണ്. അവിടാണ് എൻ്റെ ആ ഒരു സർക്കുലേഷൻ പാത്ത് വർക്കൗട്ട് ചെയ്യുന്നത്. ആസ് പീപ്പിൾ അതിൽ കൂടുതൽ തന്നെ ആയിരിക്കും ഒരു സർക്കുലേഷൻ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിനെ റിസംബിൾ ചെയ്ത് കാണിക്കുകയാണ് Day 6 എന്ന് പറയുന്നത്. Day 7 എന്ന് പറയുന്നതാണ് ഗോഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് ആൻഡ് ഓഫ് ക്രിയേഷൻ ആൻഡ് റെസ്റ്റഡ്. ആ റെസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ എൻലൈറ്റ്മെൻറ്റ് ചേർച്ചിലാണ് വന്ന് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ത്രെഷോൾഡ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വെൽക്കമിങ് പോലെ ആ ഒരു ചേർച്ചിനെ ഇൻട്രോവേർട്ടായിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു റീസണും കൂടെ ബിഹൈൻഡ് ചെയ്താണ് ഈ ഒരു കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് റെൻഡഡ് വ്യൂ ആണ് എൻ്റെ സൈഡിൽ കാണുന്നത്. അതുപോലെ താഴത്തെ കാണുന്നത് സൗത്ത് സൈഡ് എലിവേഷനാണ് വ്യൂ ഫ്രം ദി മേജർ റൂട്ട്. ചേർച്ച് ബ്ലോക്ക് ഡീറ്റെയിൽ അറ്റ് സ്കെയിൽ 1:200 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫൈനൽ പ്ലാൻ വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് മെയിൻ എൻട്രി പോയിൻറ്റ് നേരെ കയറുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ ഐസൽ സ്പേസും അതിൽ നേരെ അഡ്ജസൻ്റ് ആയിട്ട് അതിൻ്റെ നേരെ അൾത്താർ സ്പേസ് ആയിട്ട് വരുന്നതാണ്. മർത്തോമൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് ഇതിന് സിംഗിൾ അൾത്താർ സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ 2 സ്റ്റോർ ഏരിയ അഡ്ജസൻ്റ് റൈറ്റിലും ലെഫ്റ്റിലുമായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അൾത്താറിലുള്ള ബിഷപ്സിനും അതേപോലെ ജൂനിയർ ബിഷപ്സിനും കൂടെ അവരുടെ അൾത്താർ എക്യുപ്മെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസാണ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഫോം ഡെവലപ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ മിനിമലിസ്റ്റിക് ഫോമും അതേപോലെ എൻലൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സ്കെയിലും വെച്ചിട്ടാണ് ഫോം ഡെവലപ്പ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു നോർത്ത് സൈഡ് എലിവേഷനും സൗത്ത് സൈഡ് എലിവേഷനാണ് ഡീറ്റെയിൽ ഡ്രോയിങ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ ആ ഒരു എക്സ്പ്ലോർഡ് വ്യൂ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റൂഫിംഗ് പാറ്റേൺ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഒരു റൈസിങ് ഓഫ് ദ ക്രൈസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു റൈസിങ് പാറ്റേൺ ഫുൾ ഫ്രോസ്റ്റഡ് ഫെയ്ഡ് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിഫ്യൂസ്ഡ് ലൈറ്റ് എൻട്രി ആയിരിക്കും ഫുൾ അൾത്താറിൽ ഉണ്ടാവുക. കാരണം ഹോളി കുർബാന നടക്കുന്ന ടൈം എന്ന് പറയുന്നത് 9 to 10 ആണ്. ഈ ഒരു അഡ്ജസ്റ്റൻറ്റ് ടൈമിൽ സൺലൈറ്റ് നാച്ചുറൽ സൺലൈറ്റ് എൻട്രി ചെയ്തിട്ട് അൾത്താറിൽ ഇൻറ്റീരിയേഴ്സിലും അതേപോലെ അതിൻ്റെ ഏസൽ സ്പേസിലും ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കിൻ്റെ ഒരു ഡ്രാമ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്.
ആ ഒരു ഡ്രാമയിൽ ആ ഒരു ലൈറ്റ് ആസ് എ വിസ്ഡമായിട്ട് ഫാക്ടർ ചെയ്തിട്ട് അവിടുത്തെ സ്പിരിച്വൽ ക്വാളിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ യൂസേജ് ഓഫ് കളേഴ്സും അതേപോലെ ഇല്ലാത്ത ഓപ്പൺ പെയിൻ വിൻഡോസ് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂജ് സ്കെയിൽ ഡബിൾ ഹൈറ്റ് വരുന്നതിൻ്റെ പേരിൽ തന്നെ അതിനകത്തുള്ള ഹീറ്റ് ഊസ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മേളിൽ ഓപ്പൺ ഷാഫ്റ്റ് റൂഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ചർച്ച് ബ്ലോക്ക് ഡീറ്റെയിൽഡ് ഒരു വ്യൂ ആണ് കാണുന്നത്, റെൻഡേഡ് വ്യൂ ആണ് കാണുന്നത് ഫ്രം ദി സർവീസ് എൻട്രി റോഡിൽ നിന്ന്. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന വ്യൂ ഓഫ് അൾത്താറാണ് അറ്റ് 9 to 11 നടക്കുന്നത്. അത് 11 to 1 നടക്കുന്ന ഓരോ പീരിയഡ് ഓഫ് ടൈമിൽ നടക്കുന്ന ആ ഇമേജ് പാറ്റേൺസ് ആണ്, അല്ലെ ലൈറ്റ് പ്ലേ ആണ് നമ്മൾ ആ കാണുന്നത്. അതേപോലെ ഏറ്റവും എൻഡിൽ വ്യൂ ഓഫ് അൾത്താർ നൈറ്റ് ടൈമിലൂടെ കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഓഡിറ്റോറിയം ബ്ലോക്ക് ഡീറ്റെയിൽ ആണ് സ്കെയിൽ 1:200. ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്, ഫസ്റ്റ് ഫ്ലോർ പ്ലാന്, അതേപോലെ അതിൻ്റെ വെസ്റ്റ് സൈഡ് എലിവേഷനും ഈ സൈഡ് എലിവേഷനും, പിന്നെ ഒരു ഐസോമെട്രിക് വ്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ ത്രൂ എയിൽ കട്ട് ചെയ്ത് കാണുന്ന ഓഡിറ്റോറിയം ബ്ലോക്ക് കട്ട് ചെയ്യുന്ന ഒരു ഡീറ്റെയിലുമാണ് ഈ താഴെ കാണുന്നത്. ഓഡിറ്റോറിയം ബ്ലോക്ക് ഡീറ്റെയിലിൻ്റെ ഒരു ഫൈനൽ വ്യൂ ആണ് ഈ കാണുന്നത്. അതേപോലെ വ്യൂ ഓഫ് മെയിൻ ലോബിയാണ് ഈ കാണുന്നത്. അതേപോലെ വ്യൂ ഓഫ് ഓപ്പൺ മൾട്ടി ഫങ്ഷണൽ സ്പേസ്. ഈ ഒരു സ്പേസിൽ ഫെലോഷിപ്പ് മെമ്പേഴ്സിൻ്റെ പ്രോഗ്രാമും അതേപോലെ അവരുടെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പ്രോഗ്രാംസോടെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ് ഈ കാണുന്നത്, വ്യൂ ആണ് കാണുന്നത്. ഓഡിറ്റോറിയം പോർട്ടിക്കോയുടെ ഓപ്പൺ പ്ലാസയുടെ ഫൈനൽ വ്യൂ, അതേപോലെ പാരിഷ് ഹാളിൻ്റെ മെയിൻ വ്യൂ. ഇത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഡീറ്റെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അല്ലാതെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്, ഫസ്റ്റ് ഫ്ലോർ പ്ലാന്, അതേപോലെ വെസ്റ്റ് സൈഡ് എലിവേഷൻ, സൗത്ത് സൈഡ് എലിവേഷൻ, അതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ, പിന്നെ അതിൻ്റെ സെക്ഷൻസ്. ഓഡിറ്റോറിയം ബ്ലോക്കും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും നിൽക്കുന്ന ഒരു 1.65 ലെവൽ റേസ്ഡ് ആണ്. അതിന് താഴെയായിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ബേസ്മെൻറ്റ് പ്ലാൻ വരുന്നത്. അതേപോലെ ചേർച്ചിൻ്റെ ഏരിയ വരുമ്പോഴത്തേക്ക് 0.9 ലെവൽ ലാൻഡിങ്ങിലാണ് വന്നിരുന്നത്. ബിഷപ്പ് അരമന വരുമ്പോഴത്തേക്ക് 0 ലെവലിൽ ഗ്രൗണ്ട് ലെവലിലാണ് നിൽക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഡീറ്റെയിലിൻ്റെ ഒരു ഫൈനൽ റെൻഡഡ് വ്യൂ ആണ്. ഫ്രം ഓപ്പൺ പ്ലാസയിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ആ ഓഫീസ് സ്പേസിൻ്റെ വെയിറ്റിംഗ് റൂം, ആ മ്യൂസിയം സ്പേസിൻ്റെ എല്ലാം ഒരു ഓപ്പൺ പ്ലാസ് ഏരിയയാണ്. ഇത് ആൾക്കാരെ മെയിൻലി അകത്തുള്ള ഇൻറ്റീരിയർ ഫംഗ്ഷൻ എന്താ നടക്കുന്നതെന്നുള്ളത് കണ്ടിട്ട് അവരെ ഡ്രൈവ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. വ്യൂ ഓഫ് മ്യൂസിയം ലോബി ഫ്രം ഓപ്പൺ പ്ലാസ, ഓപ്പൺ സെമി ഓപ്പൺ സ്പേസിൻ്റെ വ്യൂ ആണ്. അതേപോലെ വ്യൂ ഓഫ് ആർട്ട് ഗാലറി, മൾട്ടി ഫങ്ഷനായിട്ട് നമുക്ക് ഓപ്പൺ ആർട്ട് ഗാലറി സെറ്റ് ചെയ്യുന്ന ഓപ്പൺ ബാൽക്കണി സ്പേസ്. അതേപോലെ ആ ലൈറ്റ് ആൻഡ് ഡാർക്കിൻ്റെ ഒരു ട്രാൻസിഷൻ പ്ലേ ആ മ്യൂസിയത്തിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനാണ് ഈ ഒരു കട്ട് ഔട്ട് വൈറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ ലൈറ്റ് എൻട്രി കൊണ്ടുവന്നതിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അതേപോലെ ഓപ്പൺ സൺഡേ ക്ലാസ് റൂം ആൻഡ് റിക്രിയേഷൻ സ്പേസ് നടക്കുന്ന അതിൻ്റെ ഒരു ഓപ്പൺ ഇൻഫോർമൽ സ്പേസ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് മൾട്ടി ഫങ്ഷനായിട്ട് റിക്രിയേഷണൽ സ്പേസ് ആയിട്ടും നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്ന ഒരു സ്പേസാണ് ഈ കാണുന്നത്. അടുത്ത ബിഷപ്പ് ക്വാർട്ടേഴ്സിൻ്റെ ബ്ലോക്ക് ഡീറ്റെയിൽ ആണ് സ്കെയിൽ 1:200. ഇത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന്. അത് നേരെ കയറുമ്പോൾ ലോബി സ്പേസും അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ഓഫീസ് സ്പേസസുമാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതിൻ്റെ നടുക്കൂടാണ് കോറിഡോർ സ്പേസ് വന്നത്. ആ കോറിഡോർ സ്പേസിന് ലൈറ്റ് വെല്ല് കിട്ടുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റ് എൻട്രി കിട്ടുന്ന രീതിയിൽ ലൈറ്റ് വെൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ അവരുടെ പ്രൈവറ്റ് വേർഷിപ്പ് ചാപ്പൽ സ്പേസിലോട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവർക്ക് ഒരു ഓഫീസിന് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റും ഉണ്ട്. അവിടുന്ന് അഡ്ജസ്റ്റൻ്റ് ബാക്ക് ത്രൂ എൻട്രി ചെയ്ത് റെഫ്രിജറേറ്ററിലോട്ട് പോകാനുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ വരുമ്പോഴത്തേക്ക് നേരത്തെ മെൻഷൻ ചെയ്യുന്ന നേരെ സ്റ്റെയർസ് ത്രൂ നേരെ കയറി വരുന്ന മെയിൻ ലോബി സ്പേസും പിന്നെ അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഓരോ ക്വാർട്ടേഴ്സിലേക്ക് കയറാനുള്ള കോറിഡോറാണ് വരുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ലൈറ്റ് വെല്ലിൻ്റെ ഒരു ചെറിയ കട്ടൗട്ട് വരുന്നുണ്ട്, നാച്ചുറൽ എൻട്രി വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ കോറിഡോർ പോർഷൻ്റെ റൂഫിംഗ് ഒരു നാച്ചുറൽ ലൈറ്റ് എൻട്രി കിട്ടുന്ന രീതിയിലുള്ളൊരു ഓപ്പൺ വിൻഡോ പെയിൻ റൂഫിംഗ് സിസ്റ്റമാണ് അവിടെ പാസ് ഔട്ട് ചെയ്തു പോകുന്നത്, ആ ഒരു ഫുൾ കോറിഡോർ ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വാർട്ടേഴ്സിൻ്റെ ഫൈനൽ വ്യൂ ആണ്, റെൻഡഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് വ്യൂ ഓഫ് ബിഷപ്പ് ക്വാർട്ടേഴ്സിൻ്റെ ലോബി, അതേപോലെ ആ ഓപ്പൺ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള വിൻഡോ പെയിൻസ് വെച്ചിട്ടുള്ള വ്യൂ ഓഫ് ക്വാർട്ടേഴ്സിൻ്റെ കോറിഡോറാണ് ഇത് കാണുന്നത്. അതേപോലെ ക്വാർട്ടേഴ്സിൻ്റെ ഇൻറ്റീരിയർ വ്യൂ, അതേപോലെ ഓഫീസ് സ്പേസസിൻ്റെ വ്യൂ. സർവീസ് ബ്ലോക്ക് ആൻഡ് റെഫക്ടറി ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നേരെ കാണുന്ന സർവീസ് ബ്ലോക്കിൻ്റെ ആ എൻട്രി, മെയിൻ എൻട്രിയും പിന്നെ അല്ലാതെ സർവീസ് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നും ഒരു എൻട്രി ഉണ്ട്. 2 എൻട്രിയും എക്സിറ്റും, അവിടെ ഒരു സ്റ്റാഫിന് വേണ്ടിയിട്ടായിട്ടുള്ള ടോയ്ലറ്റും സ്റ്റാഫ് റൂംസും, അതേപോലെ ഇലക്ട്രിക്കൽ കൺട്രോൾ റൂംസും അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ജനറേറ്റർ റൂം വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്ക് ക്ലീനിങ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സ്പേസും അതേപോലെ സ്റ്റോറേജ് സ്പേസും പിന്നെ അയണിങ് ഏരിയ അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ലോണ്ട്രി റൂമും വരുന്നുണ്ട്. സൗത്ത് സൈഡ് എലിവേഷൻ വരുന്നത്
ഇത് ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു വോൾ സൈറ്റ് എലവേഷനാണ് ഈ കാണുന്നത്. പ്ലാൻ ഫൈനൽ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് നേരെ പബ്ലിക് മീറ്റിംഗ് പോയിന്റിൽ നിന്ന് അങ്ങോട്ട് റാമ്പ് ഇറങ്ങി 1:8 റാമ്പിൽ ഇറങ്ങി പാർക്കിംഗ് സെഷൻസിലോട്ടിരുന്ന് ഡയഗണലിയാണ് അറേഞ്ച് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ സൈറ്റ് കോൺടാക്ട്സ് പ്ലേസ് ചെയ്തിട്ടാണ്. അതേപോലെ 4 വീലർ പാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്തത് 95ഉം അതേപോലെ 2 വീലർ പാർക്കിങ്സ് 85 പാർക്കിങ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ അതിൻ്റെ ഓപ്പൺ പ്ലാസയിലോട്ട് കയറുന്ന ഡയറക്റ്റ് എൻട്രി കയറാൻ പറ്റുന്ന സ്റ്റെയർ വേ അഡ്ജസൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.